Dear students, last class നമ്മൾ ഏത് പോർഷൻ നോക്കിയിരുന്നു? നമ്മൾ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി എടുത്തു വെച്ചിട്ട് അതിനകത്ത് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ജസ്റ്റ് നോക്കിയിരുന്നു. എങ്ങനെയാണ് അതിനകത്ത് ടണലിംഗ് മെക്കാനിസം എക്സിബിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കിയത്. സോ ഇനി ഇന്നലത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. നമ്മൾ ഏത് തന്നെയാണ് പഠിക്കുന്നത്? സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. How the operation is carried out in scanning tunneling microscope. എങ്ങനെയാണ് അത് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ആ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. We have already discussed in last video like tunneling current is originated from, it can be originated either from the tip to sample or from the sample to tip. ഈ രണ്ട് രീതിയിൽ അത് ഒറിജിനേറ്റ് ചെയ്യാം. അണ്ടർ എന്ത് കണ്ടീഷനിലാണോ? വി നീഡ് ടു അപ്ലൈ എക്സ്റ്റേണൽ ബയാസ്. നമ്മളൊരു എക്സ്റ്റേണൽ ബയാസ് കൊടുക്കുന്ന സമയത്താണ് ഈ പറയുന്ന ടണലിംഗ് കറന്റ് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സോ വി ക്യാൻ സേ ലൈക്ക് tunneling current is originated from the wavelength property of particles. ഇവിടെ നമുക്ക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ വേവ്ലെങ്ത് പ്രോപ്പർട്ടിയിൽ നിന്നാണ് എന്താ ഒറിജിനേറ്റ് ചെയ്യുന്നത്? ടണലിംഗ് കറന്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഏത് കേസിൽ? ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഏതാണ്? നാനോ പാർട്ടിക്കിൾസിന്റെ കേസാണ്. സോ നാനോ ടെക്നോളജിയിൽ ഏത് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഒരു വേവ്ലെങ്ത് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യും. സോ ഇത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് യൂസ് ചെയ്താണ് ഇതിനെ അനലൈസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ലൈക്ക് ഇലക്ട്രോൺസിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ വേവ്ലെങ്ത് പ്രോപ്പർട്ടീസ് കാരണം എന്ത് എക്സിബിറ്റ് ചെയ്യും? അതൊരു ടണലിംഗ് കറന്റ് എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ടിപ്പും സബ്സ്ട്രേറ്റും എടുക്കുവാണെങ്കിൽ ടിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എനർജി ബാൻഡ് അല്ലെങ്കിൽ ഒരു എനർജി ലെവലും സബ്സ്ട്രേറ്റിന് കറസ്പോണ്ടിങ് എന്താണ്? വേറൊരു എനർജി ലെവലും ഉണ്ട്. രണ്ടിന്റെയും ഇടയിൽ എന്തുണ്ട്? ഒരു ബാരിയർ ഉണ്ട്. ബാരിയർ വി ക്യാൻ കോൾ ഇറ്റ് എസ്, ഒന്നെങ്കിൽ ബാരിയർ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഒരു ഫെർമി ലെവൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതിന് അക്രോസ് ആയിട്ട് ഞാൻ ബയസിങ് കൊടുക്കുമ്പോഴാണല്ലോ ഇതിന്റെ ഇടയിലൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ when an electron is incident upon a vacuum barrier with potential larger than the kinetic energy of electron, എന്താണ് പറയണത്? ഈ ഫെർമി ലെവൽ എത്രയാണോ, ഈ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഇതിനൊരു എനർജി ലെവൽ ഉണ്ടാവും. ഈ എനർജി ലെവലിനെ കൂടുതലായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടൊരു വോൾട്ടേജ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എപ്പോഴാണോ ഈ ഇലക്ട്രോൺസിന്റെ ഫെർമി ലെവൽ അല്ലെങ്കിൽ ഈ ഒരു ഫെർമി ലെവലിനെ ക്രോസ് ചെയ്യുന്നത്, ആ സമയത്ത് എന്ത് സംഭവിക്കും? There is a probability that an electron from this region can cross this region. മനസ്സിലായോ? അപ്പൊ ഞാൻ കൊടുക്കുന്ന എനർജി ലെവൽ എപ്പോഴാണോ ഈ പറയുന്ന ഫെർമി ലെവൽ അല്ലെങ്കിൽ ബാരിയറിനേക്കാളും കൂടുതലാവുന്നത്, ആ സമയത്ത് ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ഇവിടുന്ന് ലീക്ക് ഔട്ട് ആയിട്ട് ഇലക്ട്രോൺസ് ഈ ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, this leak out of electrons എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ടണലിംഗ് കറന്റ്. അതൊരു ടണലിംഗ് കറന്റ് ഫോം ചെയ്യും. സോ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ഫോം ചെയ്യും? അതിന് അക്രോസ് ആയിട്ട് ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവില്ലേ? ആ കറന്റ് ഫ്ലോ കാരണം ആ കറന്റ് ഫ്ലോനെയാണ് അല്ലെങ്കിൽ ആ കറന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടണലിംഗ് കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ഓരോ ലെവൽസിനും എന്തുണ്ടെന്ന് പറഞ്ഞു? ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. Let the wave function can be represented as phi1. അതിന്റെ corresponding work function phi1. ഇതെന്താണ്? phi2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ the electron wave function at Fermi level have a characteristic exponential inverse decay length k, which is given by k equal to square root of 2m phi divided by h bar. Okay, ഇനി എന്താണ് എം എന്ന് പറയുന്നത്? ഇലക്ട്രോണിന്റെ മാസ് ആണ്. ഇനി എന്താണ് ഫൈ? ഇറ്റ് ഈസ് എ വർക്ക് ഫംഗ്ഷൻ ഓഫ് ടിപ്പ് ആൻഡ് സാമ്പിൾ. അതർവൈസ് വി കൻ കോൾ ഇറ്റ് ആസ് ഇറ്റ് ഈസ് എ ലോക്കൽ ടണലിംഗ് ബാരിയർ ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, അതിനെ ബാരിയർ ഹൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ടിപ്പിന്റെയും സാമ്പിളിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ്? വർക്ക് ഫംഗ്ഷൻ ആണെന്നും പറയാം. ഓക്കെ, ഇനി അടുത്തൊരു കേസ്. സപ്പോസ് ഇമാജിൻ ദാറ്റ് these two conductors, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്?
ടിപ്പും സാമ്പിളും. ഇത് രണ്ടും കണ്ടക്ടേഴ്സ് ആണ്, അതുകൊണ്ടാണല്ലോ അത് കണ്ടക്ട് ചെയ്യുന്നത്. സോ ദീസ് ടു കണ്ടക്ടേഴ്സ് ആർ കെപ്റ്റ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി. രണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്, കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് അത് കീപ്പ് ചെയ്തിരിക്കുകയാണെന്ന് വെച്ചു. ഓക്കെ, കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടുന്ന് ഇത് ഡിസപ്പിയർ ചെയ്ത് ഇവിടെ റീഅപ്പിയർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ there is a chance that the corresponding wave functions, electron wave functions എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഇങ്ങനെ ഡിസപ്പിയർ ചെയ്തിട്ട് ഇവിടെ അത് റീഅപ്പിയർ ചെയ്യാണ്. സോ അതിനകത്തൊരു ടണലിംഗ് അറൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇനി നമ്മൾ ആ ഡിസ്റ്റൻസ് കുറച്ചു എന്ന് വെച്ചു, ദാറ്റ് മീൻസ് ആ ഫെർമി ലെവൽ നമ്മൾ ഇനി എന്ത് ചെയ്തു, റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ there are chances like the corresponding ടിപ്പിന്റെയും സാമ്പിളിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫങ്ഷൻസ് എന്ത് ചെയ്യും, ഇത് ഓവർലാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ചെറിയൊരു വോൾട്ടേജ് മതി എന്ത് സംഭവിക്കാനായിട്ട്, ഈ ഇലക്ട്രോൺ വേവ് വർക്ക് ഫങ്ഷൻസ് എന്ത് ചെയ്യാനായിട്ട്, ഓവർലാപ്പ് ചെയ്ത് ഇപ്പുറത്തോട്ട് വരാനായിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്ത വോൾട്ടേജും ഇപ്പോഴത്തെ വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇപ്പോഴത്തെ വോൾട്ടേജ് കുറവാണ്. ഓക്കെ, and the corresponding current flow can be represented using the equation, അല്ലെങ്കിൽ we can say like the current is exponentially increasing എന്ന് നമ്മൾ ഓൾറെഡി ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് പറയാം, at low voltage and temperature the current can be represented as current is proportional to e raised to minus 2k into d എന്ന് പറയാം. where d എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് ദ ടിപ്പ് ആണ്. ഇനി k എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ decay length ആണ്. ഓക്കെ, ആൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് യൂസിങ് ദിസ് വേവ് ഫോം. ഇതാണ് ടണലിംഗ് കറന്റ് വേഴ്സസ് ഡിസ്റ്റൻസ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ബേസിക് കമ്പോണൻസ് ഓഫ് STM. STM എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിക് മെത്തേഡ്. സോ അതിന്റെ ബേസിക് കമ്പോണൻസ് ഏതാന്ന് നോക്കുവാണെങ്കിൽ ഈ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തുണ്ട്, ഇനിഷ്യലി ഇതൊരു സാമ്പിൾ ആണ്. ഓക്കെ, ഇതിന്റെ മുകളിൽ എന്തുണ്ടാവും, കറസ്പോണ്ടിങ് ടിപ്പ് ഉണ്ടാവും. ഇത് കാണിച്ചിട്ടുണ്ട് ടിപ്പ്. ഈ ടിപ്പിനെ നമുക്ക് XY Z ഡിറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, ഇതൊരു പീസോ, ഇറ്റ്സ് ലൈക്ക് എ പൊസിഷനിങ് ഡിവൈസ് ആണ്. ഓക്കെ, ഇത് എന്താണ്, ഒരു പൊസിഷനിങ് ഡിവൈസ് ആണ്. ഈ XYZ എന്നൊക്കെ പറയുന്ന ഒരു പൊസിഷനിങ് ബയസിംഗ് ആണ്, അല്ലെങ്കിൽ പൊസിഷനിങ് ആംഗിൾ ആണ്. അപ്പൊ നമ്മൾ ഒരു പീസോ ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ XYZ ഡിറക്ഷനിൽ ഈ ടിപ്പിനെ പ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ നമ്മൾ ഇത് ഒരു ഫീഡ്ബാക്ക് ചാനലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ പൊസിഷനിങ് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇനി വൺസ് ആ ഇലക്ട്രോൺ ഫ്ലോ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ബയസിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, കറന്റ് ഫ്ലോ ഉണ്ടാവും. ആ കറന്റ് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഫെർദർ എടുത്ത് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത്, ഇനിഷ്യലി ഇവിടെ ഒരു സാമ്പിൾ ഉണ്ട്, ഇതിന്റെ മുകളിൽ എന്തുണ്ടാവും, നമ്മുടെ ടിപ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, പ്രോബ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രോബിനോട് ചേർന്ന് എന്തുണ്ടാവും, ഒരു പീസോ പൊസിഷനിങ് ഡിവൈസ് ഉണ്ടാവും. പീസോ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണലി ഒരു മൂവ്മെന്റ് കൊടുത്തിട്ട് നമ്മളത് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു പീസോ പൊസിഷനിങ് ഡിവൈസ് ഉണ്ടാവും. ഇത് വെച്ചിട്ട് ഏത് പോയിന്റ് ആണോ സ്കാൻ ചെയ്യുന്നത്, ഇനിഷ്യലി നമുക്ക് ഇവിടെ സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന്റെ കറസ്പോണ്ടിങ് X ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, Z ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സ്കാൻ ചെയ്ത് കൊണ്ടിരിക്കണം. സോ ബയസിങ് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് പറ്റും, ഈ ടിപ്പും സാമ്പിളും തമ്മിൽ എന്ത് സംഭവിക്കും, അതിന് അക്രോസ് ആയിട്ട് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. ആ ഇലക്ട്രോൺ ഫ്ലോ നമ്മൾ ശരിക്കും എന്ത് ചെയ്യും, അതിന് അക്രോസ് ആയിട്ടുള്ള കറന്റ് ഫ്ലോ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യും. ആ ഡേറ്റാസും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒരു ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിക് മെത്തേഡ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.